താരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾക്കും പ്രസിദ്ധമാണ് മലയാള സിനിമ. സിനിമയെ മറന്നുള്ള സംഘടനാ സ്നേഹമാണ് മലയാള സിനിമയിലെ പ്രതിസന്ധികൾക്ക് കാരണമെന്ന് കമൽഹാസൻ പോലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിൽ ചർച്ചയായ ചില വിവാദങ്ങളും പിണക്കങ്ങളും. മേജർ രവി, ഉണ്ണി മുകുന്ദൻ. മലയാളത്തിലെ ഗോസിപ്പ് കോളങ്ങൾ ആഘോഷമാക്കിയ വാർത്തയായിരുന്നു ഉണ്ണി മുകുന്ദൻ മേജർ രവി ഫൈറ്റ്. ജോഷിയുടെ സലാം കാശ്മീർ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ജോഷിയെ സഹായിക്കാൻ ലൊക്കേഷനിൽ എത്തിയതായിരുന്നു മേജർ രവി. ഉണ്ണിയുടെ ശരീരഭാഷയെ മേജർ രവി പരിഹസിച്ചെന്നും തുടർന്ന് പ്രകോപിതനായ ഉണ്ണി മേജർ രവിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നുമായിരുന്നു വാർത്തകൾ. ഇതിനെതിരെ ഇരു താരങ്ങളും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മമ്മൂട്ടി, സുരേഷ് ഗോപി. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ അത്ര സുഖകരമായ ഒരു ബന്ധമല്ല മമ്മൂട്ടിയും സുരേഷ് ഗോപിയും തമ്മിലുള്ളത്. ഇരുവർക്കുമിടയിലുള്ള ഈഗോ ക്ലാഷ് കാരണം പലരും അഭിനയിച്ച പല സിനിമകളും വൈകുന്നതിന് വരെ കാരണമായി. ഒരു കാലത്ത് ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇവർ അന്ന് നല്ല സുഹൃത്തുക്കളുമായിരുന്നു. സുരേഷ് ഗോപിക്ക് ലഭിക്കേണ്ട ചില കഥാപാത്രങ്ങൾ മമ്മൂട്ടി തട്ടിയെടുത്തു എന്നതാണ് ഇരുവരെയും ശത്രുതയിലാക്കിയതെന്ന് പറയപ്പെടുന്നു. മോഹൻലാൽ, സുരേഷ് ഗോപി. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾക്കിടയിൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും സുരേഷ് ഗോപിയും. എന്നാൽ ഒരു കാലത്ത് ഇരുവരും അത്ര രസത്തിലല്ലായിരുന്നു. മോഹൻലാലിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ സുരേഷ് ഗോപി മുന്നറിയിപ്പില്ലാതെ ചിത്രത്തിൽ നിന്നും പിന്മാറിയതാണ് ഇതിന് കാരണം. എന്നാൽ പിന്നീട് ഇവർ പിണക്കം അവസാനിപ്പിക്കുകയും തമ്മിൽ നല്ല സൗഹൃദത്തിലാവുകയും ചെയ്തു. ദിലീപ്, പൃഥ്വിരാജ്. ഒരു കാലത്ത് മലയാളത്തിലെ ഗോസിപ്പ് കോളങ്ങൾ ആഘോഷമാക്കിയ വാർത്തയായിരുന്നു ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള പിണക്കം. ദിലീപിന്റെ പെരുമഴക്കാലത്തിലെ വിനീത് വേഷം ചെയ്യാനായി ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെയായിരുന്നു. എന്നാൽ പൃഥ്വി ഈ വേഷം നിരസിച്ചു. ഇതാണ് ഇരുവരും തമ്മിലുള്ള പിണക്കത്തിനുള്ള കാരണമായി പറയപ്പെടുന്നത്. എന്നാൽ 2020 അഭിനയിക്കാൻ ദിലീപ് പൃഥ്വിരാജിനെ നേരിട്ട് വിളിച്ചതോടെ ഇരുവരും തമ്മിലുള്ള പിണക്കം അവസാനിച്ചെന്നും വാർത്തകളുണ്ടായിരുന്നു. ദിലീപ്, കുഞ്ചാക്കോ ബോബൻ. ദോസ്ത്, സ്പാനിഷ് മസാല തുടങ്ങിയ ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ച ഇരുവരും തമ്മിൽ അത്ര നല്ല സൗഹൃദത്തിലല്ലെന്ന കിംവദന്തികളാണ് സിനിമാ ലോകത്തു നിന്നും കേൾക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇവർ സ്പാനിഷ് മസാല എന്ന ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചപ്പോൾ രണ്ടുപേരും ലൊക്കേഷനിൽ സംസാരിക്കുക പോലും ഇല്ലായിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. ഫഹദ്, മുരളി ഗോപി. 1/2 എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും മുരളി ഗോപിയും ഒന്നിച്ചഭിനയിച്ചിരുന്നു. അപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇരുവർക്കുമിടയിൽ പിണക്കത്തിന് കാരണമായി പറയപ്പെടുന്നത്. 1/2 തന്റെ കരിയറിലെ ഏറ്റവും മോശം കഥാപാത്രമാണെന്ന് ഫഹദ് പറഞ്ഞിരുന്നു. ദിലീപിനൊപ്പമുള്ള ഒരു ചിത്രം ഫഹദ് നിരസിക്കാൻ കാരണം ചിത്രത്തിന്റെ തിരക്കഥ മുരളി ഗോപിയുടേത് ആണെന്നുള്ളതുകൊണ്ടാണെന്നും വാർത്തകളുണ്ടായിരുന്നു. സുരേഷ് ഗോപി, ജഗദീഷ്. താരസംഘടന അമ്മയ്ക്കെതിരെയുള്ള സുരേഷ് ഗോപിയുടെ നിലപാടാണ് സുരേഷ് ഗോപിയും ജഗദീഷും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണം. ഒരു സമയത്ത് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുക പോലും ചെയ്തിരുന്നു. താരങ്ങൾ TV പരിപാടികളിൽ അവതാരകരായി എത്തുന്നത് സിനിമയെ ബാധിക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ ജഗദീഷ് പരസ്യമായി തന്നെ ആഞ്ഞടിച്ചു. കൊല്ലത്ത് നിന്നുള്ള നടനോടുള്ള സുരേഷ് ഗോപിയുടെ പിണക്കമാണ് ഇതിന് കാരണമെന്നായിരുന്നു ജഗദീഷിന്റെ മറുപടി. മോഹൻലാൽ, വിനയൻ. മോഹൻലാലിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച സംവിധായകനാണ് വിനയൻ. മോഹൻലാലിന്റെ രൂപസാദൃശ്യമുള്ള മദൻലാലിനെ നായകനായ സൂപ്പർ സ്റ്റാർ വിനയന്റെ പ്രഥമ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൽ മോഹൻലാലിനെ കളിയാക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാത്തതിന്റെ ദേഷ്യത്തിലാണ് വിനയൻ ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ കാരണമായി പറയപ്പെടുന്നത്. അന്ന് തുടങ്ങിയ നീരസം ഇന്നും അവസാനിച്ചിട്ടില്ലത്രേ. ഒടുവിൽ കലാഭവൻ മണി അനുസ്മരണ ചടങ്ങിൽ വിനയനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ കാരണം മോഹൻലാലാണെന്നും ആരോപണമുണ്ടായിരുന്നു. ജയറാം, രാജസേനൻ. മലയാള സിനിമയ്ക്ക് ഒരുപാട് മികച്ച സിനിമകൾ നൽകിയ ജയറാമും രാജസേനനും നല്ല സുഹൃത്തുക്കളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമാ ലോകത്തു നിന്നും കേൾക്കുന്ന കിംവദന്തികൾ ഇരുവരും തമ്മിൽ പിണങ്ങി എന്നതാണ്. രാജസേനന്റെ പുതിയ സിനിമയ്ക്ക് ഡേറ്റ് നൽകുന്നതിന് മുൻപ് ചിത്രത്തിന്റെ മുഴുവൻ തിരക്കഥയും ജയറാം ആവശ്യപ്പെട്ടതാണ് ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണം. ജയറാമിന്റെ കരിയറിൽ വഴിത്തിരിവായത് രാജസേനൻ ചിത്രങ്ങളാണെങ്കിലും ഇരുവരും അവസാനം ഒന്നിച്ച് കനകസിംഹാസനം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു. മമ്മൂട്ടി, തിലകൻ. മമ്മൂട്ടിക്കും താരസംഘടന അമ്മയ്ക്കുമെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച നടനായിരുന്നു തിലകൻ. മമ്മൂട്ടിയും തിലകനും തമ്മിലുള്ള പിണക്കം മാധ്യമങ്ങൾ ആഘോഷമാക്കിയിരുന്നു. മമ്മൂട്ടിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും തിലകൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ദ്രോണ, നേരറിയാൻ CBI തുടങ്ങിയ ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ചിരുന്നു. ജഗദീഷ്, ഗണേഷ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ജഗദീഷും ഗണേഷും തമ്മിലുള്ള വാക്പോരുകൾക്ക് തുടക്കം കുറിച്ചത്. പത്തനാപുരത്ത് ഗണേഷിന്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജഗദീഷ് ആയിരുന്നു.
മോഹൻലാൽ സലീം കുമാർ. പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ ഗണേഷിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയതാണ് സലീം കുമാറിനെ ചൊടിപ്പിച്ചത്. ഇത് സംഘടന അമ്മയുടെ നിയമങ്ങൾക്ക് എതിരാണെന്ന് ആരോപിച്ച് സലീം കുമാർ അമ്മയുടെ അംഗത്വം രാജിവെച്ചിരുന്നു. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ മോഹൻലാൽ തയ്യാറായില്ല. തിലകൻ മോഹൻലാൽ. മമ്മൂട്ടിയുമായുള്ള തിലകന്റെ പ്രശ്നങ്ങൾ തിലകൻ താരസംഘടന അമ്മയുടെ മീറ്റിംഗിൽ ഉന്നയിച്ചപ്പോൾ മോഹൻലാൽ തനിക്ക് പിന്തുണയേകാഞ്ഞതാണ് മോഹൻലാലും തിലകനും തമ്മിലുള്ള പിണക്കത്തിനുള്ള കാരണമായി പറയപ്പെടുന്നത്. തിലകൻ നെടുമുടി വേണു. തന്റെ ചില വേഷങ്ങൾ നെടുമുടി വേണു തട്ടിയെടുത്തു എന്ന തിലകന്റെ ആരോപണമാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾക്കു കാരണം. ഹിസൈനസ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലെ വേഷമാണ് ഇതിന് ഉദാഹരണമായി തിലകൻ പറഞ്ഞത്. തിലകൻ ദിലീപ്. താരസംഘടന അമ്മയുമായുള്ള തിലകന്റെ പ്രശ്നങ്ങളാണ് തിലകനും ദിലീപും ശത്രുക്കളാകാൻ കാരണം. അമ്മയുടെ യോഗത്തിൽ തിലകൻ സംസാരിക്കുന്നതിനിടയിൽ ദിലീപ് തട്ടിക്കയറിയതാണ് ഇതിന് കാരണം. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തിലകനുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ട കാര്യം ദിലീപ് തന്നെയാണ് ഒരിക്കൽ തുറന്നു പറഞ്ഞത്. മമ്മൂട്ടി മുരളി. മമ്മൂട്ടി അടുത്തിടെ പറയുകയുണ്ടായി മുരളി എന്തിനാണ് തന്നോട് പിണങ്ങിയതെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല എന്ന്. ഒരു കാലത്ത് ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ പിന്നീട് ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയായിരുന്നു. മുരളി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കടുത്ത ഇടതുപക്ഷ അനുഭാവിയായിട്ട് മമ്മൂട്ടി മുരളിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാതിരുന്നതാണ് ഇരുവർക്കുമിടയിലെ പിണക്കത്തിന് കാരണമെന്നും വാർത്തകളുണ്ടായിരുന്നു. ജയറാം പ്രതാപ് പോത്തൻ. പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിൽ ആദ്യം നായകനായി കാസ്റ്റ് ചെയ്തത് ജയറാമിന്റെ മകൻ കാളിദാസനെ ആയിരുന്നു. എന്നാൽ ആ ചിത്രത്തിൽ താല്പര്യമില്ലാതെ കാളിദാസൻ സിനിമയിൽ നിന്നും പിന്മാറി. ഇതിനെതിരെ ജയറാമിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള പ്രതാപ് പോത്തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. ഒടുവിൽ പ്രതാപ് പോത്തനെതിരെ ജയറാം താരസംഘടനയായ അമ്മയിൽ പരാതി നൽകുകയും ചെയ്തു. മോഹൻലാൽ ശ്രീനിവാസൻ. മലയാള സിനിമയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരുപാട് മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് മോഹൻലാൽ ശ്രീനിവാസൻ. എന്നാൽ സിനിമയിലെ പോലെ ജീവിതത്തിൽ ഇവർ അത്ര നല്ല സുഹൃത്തുക്കളല്ല എന്നാണ് അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ തെളിയിക്കുന്നത്. സൂപ്പർ താരങ്ങൾക്കെതിരെ പലപ്പോഴും പരസ്യമായി ആഞ്ഞടിക്കുന്ന ആളാണ് ശ്രീനിവാസൻ. സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന ശ്രീനിവാസൻ ചിത്രത്തിൽ മോഹൻലാലിനെ കളിയാക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ ഉണ്ടെന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ശ്രീനിവാസനെതിരെ മോഹൻലാൽ ഇതുവരെയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. മേജർ രവി ഉണ്ണി മുകുന്ദൻ. മലയാളത്തിലെ ഗോസിപ്പ് കോളങ്ങൾ ആഘോഷമാക്കിയ വാർത്തയായിരുന്നു ഉണ്ണി മുകുന്ദൻ മേജർ രവി ഫൈറ്റ്. ജോഷിയുടെ സലാം കാശ്മീർ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ജോഷിയെ സഹായിക്കാൻ ലൊക്കേഷനിൽ എത്തിയതായിരുന്നു മേജർ രവി. ഉണ്ണിയുടെ ശരീരഭാഷയെ മേജർ രവി പരിഹസിച്ചെന്നും തുടർന്ന് പ്രകോപിതനായ ഉണ്ണി മേജർ രവിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നുമായിരുന്നു വാർത്തകൾ. ഇതിനെതിരെ ഇരു താരങ്ങളും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മമ്മൂട്ടി സുരേഷ് ഗോപി. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ അത്ര സുഖകരമായ ഒരു ബന്ധമല്ല മമ്മൂട്ടിയും സുരേഷ് ഗോപിയും തമ്മിലുള്ളത്. ഇരുവർക്കുമിടയിലുള്ള ഈഗോ ക്ലാഷ് കാരണം പലരും അഭിനയിച്ച പല സിനിമകളും വൈകുന്നതിന് വരെ കാരണമായി. ഒരു കാലത്ത് ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇവർ അന്ന് നല്ല സുഹൃത്തുക്കളുമായിരുന്നു. സുരേഷ് ഗോപിക്ക് ലഭിക്കേണ്ട ചില കഥാപാത്രങ്ങൾ മമ്മൂട്ടി തട്ടിയെടുത്തു എന്നതാണ് ഇരുവരെയും ശത്രുതയിലാക്കിയതെന്ന് പറയപ്പെടുന്നു. മോഹൻലാൽ സുരേഷ് ഗോപി. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾക്കിടയിൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും സുരേഷ് ഗോപിയും. എന്നാൽ ഒരു കാലത്ത് ഇരുവരും അത്ര രസത്തിലല്ലായിരുന്നു. മോഹൻലാലിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ സുരേഷ് ഗോപി മുന്നറിയിപ്പില്ലാതെ ചിത്രത്തിൽ നിന്നും പിന്മാറിയതാണ് ഇതിന് കാരണം. എന്നാൽ പിന്നീട് ഇവർ പിണക്കം അവസാനിപ്പിക്കുകയും തമ്മിൽ നല്ല സൗഹൃദത്തിലാവുകയും ചെയ്തു. ദിലീപ് പൃഥ്വിരാജ്. ഒരു കാലത്ത് മലയാളത്തിലെ ഗോസിപ്പ് കോളങ്ങൾ ആഘോഷമാക്കിയ വാർത്തയായിരുന്നു ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള പിണക്കം. ദിലീപിന്റെ പെരുമഴക്കാലത്തിലെ വിനീത് വേഷം ചെയ്യാനായി ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെയായിരുന്നു. എന്നാൽ പൃഥ്വി ഈ വേഷം നിരസിച്ചു. ഇതാണ് ഇരുവരും തമ്മിലുള്ള പിണക്കത്തിനുള്ള കാരണമായി പറയപ്പെടുന്നത്. എന്നാൽ 2020-ൽ അഭിനയിക്കാൻ ദിലീപ് പൃഥ്വിരാജിനെ നേരിട്ട് വിളിച്ചതോടെ ഇരുവരും തമ്മിലുള്ള പിണക്കം അവസാനിച്ചെന്നും വാർത്തകളുണ്ടായിരുന്നു. ദിലീപ് കുഞ്ചാക്കോ ബോബൻ. ദോസ്ത്, സ്പാനിഷ് മസാല തുടങ്ങിയ ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ച ഇരുവരും തമ്മിൽ അത്ര നല്ല സൗഹൃദത്തിലല്ലെന്ന കിംവദന്തികളാണ് സിനിമാ ലോകത്തു നിന്നും കേൾക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇവർ സ്പാനിഷ് മസാല എന്ന ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചപ്പോൾ രണ്ടുപേരും ലൊക്കേഷനിൽ സംസാരിക്കുക പോലും ഇല്ലായിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. ഫഹദ് മുരളി ഗോപി. 1/2 എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും മുരളി ഗോപിയും ഒന്നിച്ചഭിനയിച്ചിരുന്നു. അപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇരുവർക്കുമിടയിൽ പിണക്കത്തിന് കാരണമായി പറയപ്പെടുന്നത്.
1/2 തന്റെ കരിയറിലെ ഏറ്റവും മോശം കഥാപാത്രമാണെന്ന് ഫഹദ് പറഞ്ഞിരുന്നു. ദിലീപിനൊപ്പമുള്ള ഒരു ചിത്രം ഫഹദ് നിരസിക്കാൻ കാരണം ചിത്രത്തിന്റെ തിരക്കഥ മുരളി ഗോപിയുടേത് ആണെന്നുള്ളതുകൊണ്ടാണെന്നും വാർത്തകളുണ്ടായിരുന്നു. സുരേഷ് ഗോപി ജഗദീഷ്. താരസംഘടന അമ്മയ്ക്കെതിരെയുള്ള സുരേഷ് ഗോപിയുടെ നിലപാടാണ് സുരേഷ് ഗോപിയും ജഗദീഷും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണം. ഒരു സമയത്ത് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുക പോലും ചെയ്തിരുന്നു. താരങ്ങൾ TV പരിപാടികളിൽ അവതാരകരായി എത്തുന്നത് സിനിമയെ ബാധിക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ ജഗദീഷ് പരസ്യമായി തന്നെ ആഞ്ഞടിച്ചു. കൊല്ലത്ത് നിന്നുള്ള നടനോടുള്ള സുരേഷ് ഗോപിയുടെ പിണക്കമാണ് ഇതിന് കാരണമെന്നായിരുന്നു ജഗദീഷിന്റെ മറുപടി. മോഹൻലാൽ വിനയൻ. മോഹൻലാലിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച സംവിധായകനാണ് വിനയൻ. മോഹൻലാലിന്റെ രൂപസാദൃശ്യമുള്ള മദൻലാലിനെ നായകനായ സൂപ്പർ സ്റ്റാർ വിനയന്റെ പ്രഥമ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൽ മോഹൻലാലിനെ കളിയാക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാത്തതിന്റെ ദേഷ്യത്തിലാണ് വിനയൻ ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ കാരണമായി പറയപ്പെടുന്നത്. അന്ന് തുടങ്ങിയ നീരസം ഇന്നും അവസാനിച്ചിട്ടില്ലത്രേ. ഒടുവിൽ കലാഭവൻ മണി അനുസ്മരണ ചടങ്ങിൽ വിനയനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ കാരണം മോഹൻലാലാണെന്നും ആരോപണമുണ്ടായിരുന്നു. ജയറാം രാജസേനൻ. മലയാള സിനിമയ്ക്ക് ഒരുപാട് മികച്ച സിനിമകൾ നൽകിയ ജയറാമും രാജസേനനും നല്ല സുഹൃത്തുക്കളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമാ ലോകത്തു നിന്നും കേൾക്കുന്ന കിംവദന്തികൾ ഇരുവരും തമ്മിൽ പിണങ്ങി എന്നതാണ്. രാജസേനന്റെ പുതിയ സിനിമയ്ക്ക് ഡേറ്റ് നൽകുന്നതിന് മുൻപ് ചിത്രത്തിന്റെ മുഴുവൻ തിരക്കഥയും ജയറാം ആവശ്യപ്പെട്ടതാണ് ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണം. ജയറാമിന്റെ കരിയറിൽ വഴിത്തിരിവായത് രാജസേനൻ ചിത്രങ്ങളാണെങ്കിലും ഇരുവരും അവസാനം ഒന്നിച്ച് കനകസിംഹാസനം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു. മമ്മൂട്ടി തിലകൻ. മമ്മൂട്ടിക്കും താരസംഘടന അമ്മയ്ക്കുമെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച നടനായിരുന്നു തിലകൻ. മമ്മൂട്ടിയും തിലകനും തമ്മിലുള്ള പിണക്കം മാധ്യമങ്ങൾ ആഘോഷമാക്കിയിരുന്നു. മമ്മൂട്ടിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും തിലകൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ദ്രോണ, നേരറിയാൻ CBI തുടങ്ങിയ ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ചിരുന്നു. ജഗദീഷ് ഗണേഷ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ജഗദീഷും ഗണേഷും തമ്മിലുള്ള വാക്പോരുകൾക്ക് തുടക്കം കുറിച്ചത്. പത്തനാപുരത്ത് ഗണേഷിന്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജഗദീഷായിരുന്നു. മോഹൻലാൽ സലീം കുമാർ. പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ ഗണേഷിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയതാണ് സലീം കുമാറിനെ ചൊടിപ്പിച്ചത്. ഇത് സംഘടന അമ്മയുടെ നിയമങ്ങൾക്ക് എതിരാണെന്ന് ആരോപിച്ച് സലീം കുമാർ അമ്മയുടെ അംഗത്വം രാജിവെച്ചിരുന്നു. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ മോഹൻലാൽ തയ്യാറായില്ല. തിലകൻ മോഹൻലാൽ. മമ്മൂട്ടിയുമായുള്ള തിലകന്റെ പ്രശ്നങ്ങൾ തിലകൻ താരസംഘടന അമ്മയുടെ മീറ്റിംഗിൽ ഉന്നയിച്ചപ്പോൾ മോഹൻലാൽ തനിക്ക് പിന്തുണയേകാഞ്ഞതാണ് മോഹൻലാലും തിലകനും തമ്മിലുള്ള പിണക്കത്തിനുള്ള കാരണമായി പറയപ്പെടുന്നത്. തിലകൻ നെടുമുടി വേണു. തന്റെ ചില വേഷങ്ങൾ നെടുമുടി വേണു തട്ടിയെടുത്തു എന്ന തിലകന്റെ ആരോപണമാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾക്കു കാരണം. ഹിസൈനസ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലെ വേഷമാണ് ഇതിന് ഉദാഹരണമായി തിലകൻ പറഞ്ഞത്.